ദീനുൽ ഇസ്ലാമില് ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ സബുൽ മൂബിഖാത്താണ്, അതിൽ തർക്കമില്ല. ആ ദീനുൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ശരീഅത്ത് നിയമം നടപ്പാക്കാൻ പറ്റിയോടത്ത് മർഡർ അല്ലെങ്കിൽ കൊലപാതകം, ഇതിനുള്ള ശിക്ഷ എന്താണ്? ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. അതേ സമയം ഏത് വലിയ കുറ്റം ചെയ്ത ആളായാലും മനുഷ്യന്മാർ തമ്മിലുള്ള കുറ്റമാണ് എങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് എന്നെ ആക്രമിച്ച കേസാണ്, അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളെ കൊന്ന കേസാണ്, ഇത്തരം കേസുകളിലൊക്കെ മാപ്പ് നൽകുക എന്നത് വളരെ വലിയ പുണ്യമുള്ള കാര്യവുമാണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, കൊലപാതകത്തിന് ഖിസാസിന്റെ വിധി നടപ്പാക്കുന്നതിന്റെ മുമ്പ് അതിന് ദിയത്ത് വാങ്ങിക്കൊണ്ട്, ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അത് മാപ്പ് കൊടുക്കാം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയൊരു സംഗതിയാണ്. ആ ഒരു സംഗതിക്ക് ഇടപെട്ടുകൊണ്ട് ആർക്കെങ്കിലും അത്തരം ഒരു മാപ്പിന് സഹായിക്കാൻ കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം അതിനെ വലിയൊരു പുണ്യമായി കാണുന്ന വിഷയമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തൊവ്വലല്ലാഹു അൻഹു യമനിലെ വലിയ പണ്ഡിതനും സയ്യിദും ലോകത്താകമാനം ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങളുമായി ബന്ധപ്പെട്ട് ത്വലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കണം എന്നൊരൊറ്റ അപേക്ഷ നടത്തിയപ്പോൾ മിനിയാന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ സോളിസിറ്റർ ജനറൽ പറഞ്ഞ ആ റിപ്പോർട്ട് എന്താണ് എന്ന് ഇപ്പോ എന്റെ ഫോണിലുണ്ട്. സോളിസിറ്റർ ജനറൽ വെങ്കിട്ട രമണി സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ മുമ്പിൽ പറഞ്ഞത്, there is a point till which we can reach and we have already reached that point, we may not be able to cross that point. എന്താ പറഞ്ഞത്? ഒരു ഗവൺമെന്റ് എന്നുള്ള നിലക്ക് ഈ കേസിൽ ഞങ്ങൾക്ക് മാക്സിമം എത്താൻ പറ്റിയൊരു പരിധിയുണ്ട്, ഒരു പോയിന്റുണ്ട്. ആ മാക്സിമം ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയൊരു പോയിന്റ് വരെ ഞങ്ങൾ പോയി, ഇനി അതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ നിമിഷപ്രിയക്ക് വേണ്ടി ഹാജരായ വക്കീല് കോടതിയോട് യാചിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ കോടതി ഇടപെടണം.